നല്ല അടിപൊളി ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കിയാലോ. അതായത് കറി പോലും വേണ്ടിട്ട് ഈ നെയ്ച്ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ്. അതിന് ആദ്യം നമ്മൾ അരി അളന്നെടുക്കണം കേട്ടോ. നമ്മൾ 5 കിലോ അരിയായിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അരി അളന്നിട്ട് അത് കഴുകി ഒരു 10 മിനിറ്റോടെ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത്, സൺഫ്ലവർ ഓയിലാട്ടോ നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഫുൾ നെയ്യിൽ തന്നെ ഉണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിലേക്ക് പട്ട, ഏലം, ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുക. അതൊന്നിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ക്യാരറ്റ്, സവാള, കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒന്നും കരിയരുത് ഇട്ടാൽ കരിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കളർ തന്നെ മാറും. എന്നിട്ട് ഇതാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. നമ്മൾ അരി അളന്ന അതേ പാത്രത്തിൽ ഒരു പാത്രം അരിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1.25 പാത്രം വെള്ളം. ഈ 5 കിലോന് കാണുമ്പോൾ 1.25 വേണം കേട്ടോ. എന്നിട്ട് ആ വെള്ളം വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയുടെ നീരും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ വാർന്ന് വന്ന അരി ഇതിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അരി ഇട്ട പാടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട്, അല്ലെങ്കിൽ അരി ഇങ്ങനെ കട്ട പിടിക്കും. അതിലേക്ക് നമ്മൾ ഈ പണ്ടൻ ലീഫ്, അതായത് രമ്പയില, ചോറ്റുകൈത എന്നൊക്കെ പറയും കേട്ടോ. അതൊന്നും കണ്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് വെള്ളം ഏകദേശം ഈ ഒരു ലെവലിൽ വറ്റി വരുമ്പോൾ ഒന്നിങ്ങോട്ട് തേമ്പി കൊടുക്കുക. മൊത്തമായിട്ട് ഒരു കൈലൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കോരിയായിട്ടോ എന്തായിട്ടെങ്കിലും. എന്നിട്ട് അതിൻ്റെ മേലെ കൂടി ഒരു 200 ഗ്രാം നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്ത് ഒരു വാഴൻ്റെ ഇല, അതേപോലെ അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെക്കട്ടെ. അത് മൂടുമ്പോൾ ചോറ് കരിയായിരിക്കാനാണ്. അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം നമ്മൾ അടിയിൽ നിന്ന് കനലെടുത്ത് കണ്ടതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിയത്തെ കനൽ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് സൈഡിലേക്കൊക്കെ മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ അടിയിൽ നിന്നും മേലെ നിന്നും കൂടി തീ വന്നിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് തുറന്നു നോക്കിയിട്ട് ആ വാഴൻ്റെ ഇല കണ്ടെടുത്ത് ഒഴിവാക്കിയതിന് ശേഷം അങ്ങനെ ഇളക്കിയിട്ട് ഇതിലേക്ക് ബീഫ്, നല്ല കുറുന്നനുള്ള ബീഫ് കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലോ പൊള്ളിക്കും. സൂപ്പർ ആയിട്ടാട്ടോ.